ഡിറ്റക്റ്റീവ് ന്യൂസ് എക്സ്ക്ലൂസീവ്. അങ്കമാലി തുറൂർ പഞ്ചായത്തിൽ വാർഡ് 13-ൽ ദുരന്തയാത്ര. പുതിയതായിട്ട് പണിത അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം പരിസരവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ദൃശ്യം അവിടെ സംഭവിക്കുന്നത്, കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക. അങ്കമാലി തുറവൂരിൽ ജനങ്ങൾ ദുരിതത്തിൽ, വീടുകളിൽ വെള്ളം കയറുന്നു. അങ്കമാലി നിയോജകമണ്ഡലത്തിൽപ്പെട്ട തുറവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പ്രദേശവാസികൾ ദുരിതക്കയത്തിൽ. 3 ആഴ്ച മുൻപ് കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ഇടതുപക്ഷ കൗൺസിലർ ശ്രീമതി പുഷ്പ പ്രതിനിധീകരിക്കുന്ന ഈ വാർഡിൽ യാതൊരുവിധ മുൻകരുതലുമില്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നിലവിൽ ഈ റോഡിൽ വെള്ളമൊഴുക്കിക്കളയുന്നതിനായി ചപ്പാത്തി മാതൃകയിലുള്ള ഒരു സംവിധാനമുണ്ടായിരുന്നു. എന്നാൽ പുതിയ റോഡ് പണിതപ്പോൾ ഇരുവശങ്ങളിലും കാനകൾ നിർമ്മിക്കാനോ വെള്ളമൊഴുക്കിക്കളയാനോ ഉള്ള യാതൊരു സൗകര്യവും അധികൃതർ ചെയ്തിട്ടില്ല. നിലവിൽ കടുത്ത മഴക്കാലമായതിനാൽ റോഡിൽ വീഴുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. രാഷ്ട്രീയ വിവേചനമെന്ന് നാട്ടുകാർ. തുറവൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയാണ്. ഈ 13-ാം വാർഡ് പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷ കൗൺസിലറായതുകൊണ്ട് കോൺഗ്രസ് ഭരണസമിതി വിവേചനം കാണിക്കുന്നതാണോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർക്കിടയിലുള്ള ശക്തമായ സംശയം. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് പരക്കെ ആക്ഷേപമുയർന്നു കഴിഞ്ഞു. വീടുകൾ വെള്ളത്തിനടിയിൽ നീന്തി വേണം പുറത്തിറങ്ങാൻ. റോഡ് നിർമ്മിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ ഉയരം കൂടിയതാണ് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയത്. വീടുകളേക്കാൾ ഉയരത്തിൽ റോഡ് വന്നതോടെ വീട്ടുപറമ്പിലെ വെള്ളം റോഡിലേക്ക് ഒഴുകിപ്പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല, റോഡിലെ വെള്ളം മുഴുവൻ ജനങ്ങളുടെ വീടുകളിലേക്ക് ഇരച്ചുകയറുന്ന അവസ്ഥയാണിപ്പോൾ. ഇതോടെ പ്രദേശവാസികൾ സ്വന്തം വീടുകളിൽ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ വെള്ളത്തിലൂടെ നീന്തിത്തുടിച്ചു പോകേണ്ട ഗതികേടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ വസ്ത്രങ്ങളും ചെരുപ്പും നനയാതിരിക്കാൻ വഞ്ചിയിൽ പോകുന്നതുപോലെ അതീവ പ്രയാസപ്പെട്ടാണ് റോഡ് മുറിച്ചുകടക്കുന്നത്. പലരും സ്കൂളിലെത്തുമ്പോഴേക്കും നനഞ്ഞു കുളിക്കുന്ന അവസ്ഥയാണ്. കൗൺസിലറുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. അവസാനം സംഭവം സ്ഥലത്തുനിന്ന് ഡിക്റ്റേറ്റർ ടിവിക്ക് വേണ്ടി സ്വന്തം ലേഖകൻ.